ഹലോ, നമ്മുടെ ഗാർഡൻ്റെ വീഡിയോ എന്താണ് ഇടാത്തതെന്ന് ചോദിച്ച് കുറേ പേരൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ വീഡിയോ ഇടാൻ ടൈം കിട്ടാത്ത കാരണം ജോലിയും തിരക്കൊക്കെ ആയതുകൊണ്ടാണ് വീഡിയോകൾ ഇടാത്തത്. എങ്കിലും ഗാർഡൻ ചെറുതായിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ചെറിയ വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കാം. അധികം പൂക്കളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. പൂക്കളൊക്കെ ആയി വരുന്ന സമയമാണ്, കായ്ക്കളൊക്കെ ആയി വരുന്ന സമയം പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച്. ഇത് നമ്മുടെ റണ്ണർ ബീൻസ് കഴിഞ്ഞ വർഷമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പൂവായിട്ട് ഇങ്ങനെ വരുന്നത് കണ്ട. നമ്മൾ കുറച്ച് റണ്ണർ ബീൻസ് ഇങ്ങനെ മേലിൽ കയറ്റി വിട്ടിട്ടുണ്ട്. അതാകുമ്പോൾ നല്ല ഭംഗിയുള്ള പൂക്കളുണ്ടാവും. അത് കഴിഞ്ഞ് നമുക്ക് കായ്ക്കളും കിട്ടും. 1-2 കായ്ക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കണ്ട ഇതുപോലെ. പിന്നെ റോസിൽ ഒത്തിരി പൂക്കളുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്തുവാ, വേറെ നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ കിട്ടുന്ന കുറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ആപ്പിൾ ട്രീയിൽ കുറച്ച് ആപ്പിളുണ്ട്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ഗാർഡനിലുള്ളത് മുന്തിരിങ്ങ. അപ്പോൾ ഗ്രേപ്സ് ചെറുതായിട്ടുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു തരാം. പിന്നെ എന്താ ഉള്ളത് നമുക്ക്, പിന്നെ നമ്മൾ ടൊമാറ്റോസ്, തക്കാളി, സൺഫ്ലവർ സാധാരണ ഉണ്ടാകാറുള്ളത് ഉണ്ടായി വരുന്നു. അങ്ങനെയുള്ള കുറച്ച് ചെറിയ ഗാർഡൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ഒരു ചെറിയ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുക. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലത്തുവശത്ത് 10,000. എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. ഹലോ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങൾ. ഗാർഡനിൽ വളരെ മനോഹരമായ വിവിധ തരങ്ങളായ ഒത്തിരി പുഷ്പങ്ങളുണ്ട്. തേനീച്ചകളൊക്കെയും പൂക്കളൊക്കെയും തേനെടുക്കാൻ വരുന്ന സമയമാണിപ്പോൾ. ചെറിയ പൂമ്പാറ്റകളൊക്കെ നമ്മുടെ ഗാർഡനിൽ ഇപ്പോൾ വരുന്നുണ്ട്. നോർമലി തേനീച്ചകളും അല്ലെങ്കിൽ പൂമ്പാറ്റകളൊക്കെ ഈ തണുപ്പ് സമയത്ത് ഇവിടെ ഉണ്ടാവാറില്ല. പക്ഷേ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് പൂക്കളൊക്കെ ഉള്ളത് കൊണ്ട് തേനീച്ചകളും അതുപോലെ തന്നെ പൂമ്പാറ്റകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ കുറച്ച് വെറൈറ്റി രീതിയിലുള്ള പൂക്കളൊക്കെയാണ് ഈ തവണ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പെറ്റൂറിയ ഉണ്ട്, പിന്നെ സൺഫ്ലവർ ഉണ്ട്, ഗ്ലാഡിയോല ഉണ്ട്, അതുപോലെ തന്നെ പേരറിയാത്ത ഒത്തിരി ചെടികൾ നമ്മൾ വച്ചിട്ടുണ്ട്. അതിൻ്റെ പൂക്കളൊക്കെ ഉണ്ട്.
അതൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട് ഗാർഡനാണ്. ബാക്ക് ഗാർഡനിൽ നമ്മൾ കുറച്ച് പച്ചക്കറികളും കൃഷി ചെയ്തിട്ടുണ്ട്. പച്ചക്കറി മെയിനായിട്ടുള്ളത് റണ്ണർ ബീൻസാണ്. പിന്നെ മുളക് തൈയുണ്ട്, ബീറ്റ്റൂട്ടുണ്ട്, അതുപോലെ തന്നെ ക്യാരറ്റ് കുറച്ചുണ്ട്, പിന്നെ മത്തങ്ങ ടൈപ്പുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ നട്ടിട്ടുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളത് വെളുത്തുള്ളി ഉണ്ടായിരുന്നു. അത് നമ്മൾ പറിച്ചു, അതിൻ്റെ ഉണക്കി നമ്മൾ വെച്ചിരിക്കുകയാണ്, സ്റ്റോർ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം അത് തീരുന്നവരെ നമുക്ക് ഉപയോഗിക്കാനുള്ള വെളുത്തുള്ളി ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കുറച്ച് കൊടുത്തിട്ടോ, ബാക്കിയെല്ലാം നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ നട്ടിരിക്കുന്നത് ടൊമാറ്റോ, തക്കാളികളാണ്. തക്കാളിയൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു, അതിലേക്ക് കുഞ്ഞ് കായ്കളൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ ഗാർഡനിൽ ഈ തവണത്തെ വിശേഷങ്ങൾ. ഓരോ സീസണിലും പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു സീസണിൽ ആദ്യം തന്നെ വിരിഞ്ഞത് റോസായിരുന്നു. ഒത്തിരി റോസ് ഉണ്ടായിരുന്നു നമ്മുടെ ഗാർഡനിൽ. അതെല്ലാം പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള പെറ്റൂറിയ ചെടികളാണ് കുറേ വെച്ചത്. അപ്പോൾ അതെല്ലാം വെയിൽ വന്നപ്പോൾ നല്ല പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, പേരറിയാത്ത കുറേ ചെടികളുണ്ട്. ആ ചെടികളൊക്കെയാണ് നമുക്കുള്ളത്. ഇത് നമ്മുടെ മുന്തിരിങ്ങയാട്ടോ. മുന്തിരിങ്ങയിൽ ഒരു കൊലയുണ്ട്, കണ്ട, കുഞ്ഞ കൊലയായിട്ട് ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രായത്തിലുള്ള മുന്തിരിങ്ങയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എല്ലാം നല്ല കായ്ക്കളാവും കേട്ടോ. പയറിലൊക്കെ ഇഷ്ടംപോലെ പയറുണ്ടാവും, മുന്തിരിങ്ങ പഴുക്കും, അതുപോലെ തന്നെ നമ്മുടെ ആപ്പിൾ പഴുക്കും, പെയറുണ്ട്, അത് പഴുക്കും. അപ്പോൾ ഹാർവസ്റ്റിംഗ് ടൈം ഒരു മാസം കഴിയുമ്പോൾ ആകും. ഇപ്പോൾ നമുക്ക് എല്ലാം ഇങ്ങനെ പൂക്കളായിട്ട് കായ്ക്കളിലേക്ക് ആയിക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല വെയിലുള്ള സമയമാണ്, നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് കായ്ക്കളൊക്കെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ റണ്ണർ ബീൻസൊക്കെ ഓരോ കായ്ക്കളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉള്ള ചെടികളൊക്കെ നമ്മൾ നന്നായിട്ട് നനച്ചും വളമൊക്കെ ഇട്ട് നന്നായിട്ട് പരിപാലിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ചെടിയാട്ടോ ഇത്. 3 തട്ടുകളിലായിട്ട് ഇങ്ങനെ പ്ലാന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നല്ല വെയിൽ വരുമ്പോൾ അത് പൂക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വിടരും. പിന്നെ ഒരു കളക്ഷൻ, അതായത് ചെടികളുടെ ഒരു കളക്ഷൻ. ഞങ്ങൾ എവിടെയെങ്കിലേക്കും പോകുമ്പോൾ കിട്ടുന്ന ഓരോ ചെടികളൊക്കെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ച് ഇങ്ങനെ കളക്ട് ചെയ്യും. ഇതാണ് ഞാൻ പറഞ്ഞ വെളുത്തുള്ളി. വെളുത്തുള്ളി നമ്മൾ പറിച്ച് കഴുകി വെയിലിലിട്ടിരിക്കുകയാണ് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഉണങ്ങിയില്ലെങ്കിൽ നമുക്കത് സൂക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളതൊന്ന് ഉണങ്ങുന്നതിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ടിലുള്ളൊരു എന്താ പറയുക, കൊന്നപ്പൂ എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചെടിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഗാർഡനിലെ റോസിൽ ഇങ്ങനെ നല്ല പിങ്ക് അല്ലെങ്കിൽ റോസ് കളർ ഫ്ലവർ, അതാണ് ഇപ്പോൾ കണ്ടത്. പിന്നെ നമുക്ക് ഗാർഡനിൽ നമ്മൾ കിളികൾക്ക് വേണ്ടിയിട്ട് ഫുഡ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കിളികൾ വന്ന് ഫുഡ് ഇങ്ങനെ കുരുവിക്കിളികൾ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകും. അപ്പോൾ നമുക്ക് അകത്തിരുന്നിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിട്ട് കാണുവാൻ സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഒരു നൈറ്റ് വൈബ്, നമ്മൾ കുറച്ച് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നൈറ്റിൽ കാണുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കും.